ഹലോ, എവർക്കും സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം. നമ്മളൊരു 20 മാർക്ക് വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ 20 മാർക്ക് വർക്കൗട്ട് എന്തുകൊണ്ട് റെലവൻ്റ് ആവുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ചെയ്തു പോകുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സെയിം ചോദ്യങ്ങൾ തന്നെ അതുപോലെ ധാരാളം റിപ്പീറ്റ് ചെയ്ത് വരും. അത് കോമ്പറ്റേറ്റീവ് എക്സാമിൽ, പ്രത്യേകിച്ച് കേരള PSC നടത്തുന്ന പരീക്ഷകളിൽ ഒരു പ്രത്യേകതയാണ്. സോ ആ ഒരു ആത്മവിശ്വാസത്തോടെ കൂടെ തന്നെ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്തതിന് ശേഷം 20 മാർക്ക് വർക്കൗട്ടാണ്. അപ്പം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എനിക്ക് അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾ എത്ര എണ്ണം ശരിയായി, നിങ്ങൾ എല്ലാം ശരിയാക്കാൻ പറ്റിയോ, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ഇവിടെ ഞാൻ പറയുന്ന രീതിയിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ശരിയാക്കിയത്, ആ ഒരു കാര്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ എല്ലാ കമൻറ്റുകളും വായിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ശരി. ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ ലേറ്റ് ആവുന്നുണ്ടാവാം, എന്നാലും ഞാൻ സമയം കിട്ടുമ്പോൾ എല്ലാം വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒറ്റയ്ക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്വന്തമായി ചെയ്യുക. അതായത് വീഡിയോ പൗസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ ആൻസർ പറയുമ്പോൾ ചെയ്തു പോവുക. അല്ലാത്തവരുടെ കൂടെ ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായത് എന്നാണ് ചോദ്യം. അതായത് കേരള പോലീസുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് എന്നാണ്. മൃദുഭാവേ ദൃഢകൃത്യ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് സിനിമയിൽ ഈ പാട്ടൊക്കെ നല്ല രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടല്ലേ. മൃദുഭാവേ ദൃഢകൃത്യ എന്നാണ് ആ പാട്ടൊക്കെ. ഇപ്പൊ ജോലി കിട്ടുന്ന ആൾക്കാരൊക്കെ, പോലീസിലൊക്കെ ജോലി കിട്ടുന്ന ആൾക്കാരൊക്കെ ഈ പാട്ടിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട്. ഓക്കെ, അപ്പൊ മൃദുഭാവേ ദൃഢകൃത്യ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. ശരിയാണ്. പോലീസ് സേനയുടെ മേധാവിയാണ് DGP അല്ലേ? നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന പോലീസ് സേനയുടെ മേധാവി DGP ആണ്. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. DGP എന്നതിന്റെ പൂർണ്ണരൂപം ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്നതാണ്. നിലവിലെ DGP ആയിരുന്നു കഴിഞ്ഞാൽ റവാഡ A ചന്ദ്രശേഖർ ആണ് നിലവിലെ DGP. അത് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഇനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിലവിലെ DGP ആണെന്ന് ചോദിക്കും. റവാഡ A ചന്ദ്രശേഖർ ആണ് നിലവിലെ DGP കേട്ടോ. കേരള പോലീസിന്റെ ആസ്ഥാനം തൃശ്ശൂർ എന്ന് കൊടുത്തിട്ടുണ്ട്. തെറ്റാണ്. കേരള പോലീസിന്റെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരം നമ്മുടെ വഴുതക്കാടാണ് കേരള പോലീസിന്റെ ആസ്ഥാനം വരുന്നത്. അപ്പൊ അത് തെറ്റാണ്. അപ്പോൾ നമുക്കിവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ A ആണ്. 1ഉം 2ഉം മാത്രം എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട പോയിന്റുകൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ്. ഫക്ര നങ്കൽ അണക്കെട്ട് സത്ലജ്, അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു കാറ്റഗറി ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അതായത് ഈ അണക്കെട്ടുകൾ അല്ലെങ്കിൽ ജലസേചന പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ട് നദികൾ, സംസ്ഥാനങ്ങൾ, പിന്നെ ഇരുമ്പുരുക്ക് ശാലകൾ, അതൊക്കെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ആണ്. ഹിരാകുട്ട് മഹാനദി ശരിയാണ്. തെഹരി ഡാം കൃഷ്ണ എന്നുള്ള തെറ്റാണ്. തെഹരി സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥിയിലാണ് കേട്ടോ. ഭഗീരഥിയിലാണ് തെഹരി സ്ഥിതി ചെയ്യുന്നത്. സർദാർ സരോവർ നർമ്മദ, അത് ശരിയാണ്. അപ്പം ഇവിടെ 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. നമുക്ക് ശരിയായ ജോഡിയാണ് വേണ്ടത്. 1ഉം 2ഉം 4 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ C ആണ് ആൻസർ. 1ഉം 2ഉം 4ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ട് 1ഉം 2ഉം 4ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ട് ഉള്ളത്. അടുത്ത, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയെന്നാണ്. നല്ലൊരു ചോദ്യമാണ് കേട്ടോ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട നല്ലൊരു ചോദ്യമാണ് ഈ വന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. ശരിയാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് വാഗ്ഭടാനന്ദൻ ജനിക്കുന്നത്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. അതും ശരിയാണ്. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. ഇത് റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇന്നലെ നടന്ന ഫയർമാൻ എക്സാമിനാണെന്ന് തോന്നുന്നു ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. 1914 ശിവയോഗി വിലാസം എന്ന മാസിക ആരംഭിച്ചു. ഓക്കെ, റീസെന്റ് ആയിട്ട് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മ വെച്ച് പറഞ്ഞതാണേ. ശരി. ഇനി 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, ഇദ്ദേഹം ഗാന്ധിജിയെ കണ്ടുമുട്ടിയിട്ടില്ല. അത് മാത്രമല്ല 1939 അദ്ദേഹം മരണപ്പെടുകയുണ്ടായി, അന്തരിക്കുകയുണ്ടായി. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ആ ഒരു പോയിന്റ് അറിയാമെങ്കിൽ, അതായത് വാഗ്ഭടാനന്ദൻ ഗാന്ധിജിയെ കണ്ടുമുട്ടിയിട്ടില്ല എന്ന് അറിയാമെങ്കിൽ നമുക്ക് ഉത്തരവായി. അതെങ്ങനെ നേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ D ഇവിടെ ക്യാൻസൽ ചെയ്യാം, ഓപ്ഷൻ C ഇവിടെ ക്യാൻസൽ ചെയ്യാം, ഓപ്ഷൻ B നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഓപ്ഷൻ A ആൻസർ ആയിട്ട് വരുന്നു. ഇങ്ങനെ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. അതായത് ഇതിൽ ഒറ്റ പോയിന്റ് അറിഞ്ഞിരുന്നാൽ മതി. ഗാന്ധിജിയും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടിയിട്ടില്ല എന്നുള്ള പോയിന്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം എടുക്കാം. ഈ തത്വപ്രകാശിക അറിയത്തില്ല, ശിവയോഗി വിലാസം അറിയത്തില്ല, പാട്യത്താണ് ജനിച്ചതെന്ന് അറിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് അറിയാം, ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നറിയാമെങ്കിൽ ആൻസർ എടുക്കാം. അങ്ങനെ ആൻസർ എടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് കമന്റ് ചെയ്യണേ താഴെ. ക്വസ്റ്റ്യൻ നമ്പർ 3. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് എന്നാണ്. സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. ഇതൊക്കെ സ്ഥിരം പോയിന്റ് ആണ് അല്ലേ. നമ്മുടെ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ നടന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണെന്നുള്ള കാര്യം.
ഇ.വി. രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ശരിയാണ്. ഇ.വി. രാമസ്വാമി നായ്ക്കർ, ഇദ്ദേഹത്തെ നമ്മൾ വൈക്കം ഹീറോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് വൈക്കത്ത് വരികയും പോലീസ് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത ദേശീയ നേതാവാണ് ഇ.വി. രാമസ്വാമി നായ്ക്കർ. അദ്ദേഹത്തെ നമ്മൾ വൈക്കം ഹീറോ എന്ന് വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ സ്മാരക അല്ലെങ്കിൽ പ്രതിമയുണ്ട് വൈക്കത്ത്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ശരിയാണ്. സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോൾ ആരാണ്? സേതുലക്ഷ്മി ബായി ആയിരുന്നു. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ്സ് അറിയത്തില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ആരംഭിക്കുമ്പോൾ ശ്രീമൂലം തിരുനാള്, അവസാനിക്കുമ്പോൾ ആരാണ് കുട്ടികളെ? ഈ പറയുന്ന സേതുലക്ഷ്മി ബായി ആണ്. സവർണജാഥ ചെന്നിട്ട് നിവേദനം കൊടുക്കുന്നതൊക്കെ സേതുലക്ഷ്മി ബായിക്കാണ്. ഗാന്ധിജി വന്ന് കണ്ടുമുട്ടുന്നതും, അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി 1925 കേരളത്തിൽ വരുന്നുണ്ടല്ലോ, അപ്പം ഗാന്ധിജി കണ്ട് സംസാരിക്കുന്നതൊക്കെ സേതുലക്ഷ്മി ബായിയാണ് കേട്ടോ. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം എന്നുള്ളത് തെറ്റാണ്. ഓക്കെ. സഞ്ചാര സ്വാതന്ത്ര്യം, അതായത് കോട്ടയം ജില്ലയിലെ വൈക്കം ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. ക്ഷേത്രപ്രവേശനം ആവശ്യമായി വന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിലാണ് ക്ഷേത്രപ്രവേശനം ആവശ്യമായി വരുന്നത്. വൈക്കം സത്യാഗ്രഹം എന്തിനു നേടി കഴിഞ്ഞാൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം. അപ്പൊ 4ാമത്തെ പോയിന്റ് തെറ്റാണെന്ന് അറിയാമെങ്കിൽ ഇവിടെയും ഉത്തരമായി. സി കളയാം, ഡി കളയാം, ബി കളയാം. ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 2, 3 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് ഉള്ളത്. ഓക്കെ അല്ലേ? നല്ലൊരു നിലവാരമുള്ള ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, അതായത് ജീസസിന്റെ കൽപ്പനകൾ അദ്ദേഹത്തിന്റെ കൃതിയാണ്. തുവത്തുൽ മുവാഹിദീൻ, ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം എന്ന രീതിയിൽ രാജാറാം മോഹൻ റോയ് എഴുതിയ പുസ്തകമാണ് തുവത്തുൽ മുവാഹിദീൻ എന്ന് പറയുന്നത്. അത് പൂർണ്ണമായും ശരിയാണ്. അടുത്ത് ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. പഠിച്ചോണം, അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ പഠിച്ചോണം. ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് എന്ന പുസ്തകം എഴുതിയിരിക്കുന്നതും രാജാറാം മോഹൻ റോയ് ആണ്. എന്നാൽ സതിഹിത ബോധിനി എഴുതിയിരിക്കുന്നത് വീരേശലിംഗം പന്തിലു ആണ്. സതിഹിത ബോധിനി എഴുതിയിരിക്കുന്നത് നമ്മുടെ ഹിതകാരിണി സമാജമുണ്ടല്ലോ, ഹിതകാരിണി സമാജമൊക്കെ സ്ഥാപിച്ച ഹിതകാരിണി സമാജം സ്ഥാപിച്ച വീരേശലിംഗം പന്തിലുവാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന സതിഹിത ബോധിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പെടാത്തതാണ് വേണ്ടത്. ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം എന്നതാണ് ഇവിടെ ആൻസർ കേട്ടോ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് അറിഞ്ഞാത്തൊരു നോട്ട് ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കണ്ടു കാണും. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസും തുവത്തുൽ മുവാഹിദീൻ, ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം, തുവത്തുൽ മുവാഹിദീൻ, അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ്. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ തെറ്റാണ്. കേരള മീഡിയ അക്കാദമി വരുന്നത് കാക്കനാടാണ്. കേരള മീഡിയ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം. ചലച്ചിത്ര അക്കാദമി ആയിക്കോട്ടെ, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആയിക്കോട്ടെ, രണ്ടും തിരുവനന്തപുരത്താണ്. ചലച്ചിത്ര അക്കാദമി ആയാലും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആയാലും തിരുവനന്തപുരത്താണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ ചിറക്കലാണ് കേരള ഫോക്ലോർ അക്കാദമി വരുന്നത്. കേരള ലളിതകല അക്കാദമി വരുന്നത് തൃശ്ശൂർ. അപ്പൊ ഇവിടെ നമുക്ക് ശരിയായിട്ടുള്ളത് 2, 3 മാത്രമാണ്. ഇത് അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 2, 3 മാത്രമാണ് അല്ലേ? അടുത്ത, മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ്യും താലിം. ശരിയാണ്. വാർധാ പദ്ധതി എന്നല്ലെങ്കിൽ നൂതന വിദ്യാഭ്യാസം എന്നൊക്കെ അറിയപ്പെടുന്ന നെയ്യും താലിം ഗാന്ധിജി 1937 ആസൂത്രണം ചെയ്ത് അവതരിപ്പിച്ച പദ്ധതിയാണ് നെയ്യും താലിം. ശരിയാണ്. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഓക്കെ, ഭഗവത്ഗീത ഗാന്ധിജി അദ്ദേഹം ഭഗവത്ഗീതയെ വിശേഷിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ അമ്മയെ പോലെ എന്നാണ്. അപ്പം ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനം അനാസക്തി യോഗം. ശരിയാണ്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ഓപ്ഷൻ 3 ശരിയാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയായി അഭിനയിച്ചത് ബെൻ കിങ്സ്ലിയാണ്. അതായത് 1982 റിച്ചാർഡ് ആറ്റൻബെറോ എന്ന് പറയുന്ന സംവിധായകന്റെ സംവിധാനത്തിൽ, റിച്ചാർഡ് ആറ്റൻബെറോ എന്ന് പറയുന്ന സംവിധായകന്റെ സംവിധാനത്തിൽ ഗാന്ധി സിനിമ എന്ത് ചെയ്തത്? പുറത്തിറങ്ങുന്നത്. ആ ഗാന്ധി സിനിമയില് ഗാന്ധിജിയായി വേഷമിടുന്നത് ബെൻ കിങ്സ്ലിയാണ് കേട്ടോ. ബെൻ കിങ്സ്ലിയാണ്. എനിക്ക് ചെറിയ കോൾഡ്, അതാണ് ഞാൻ പറയുന്നതിൽ ഒരു പതർച്ച വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? എനിക്ക് സ്ഥിരം കോൾഡാണ്, ചെറിയ അലർജിക്കാണ് ഞാൻ, അതുകൊണ്ടാണ് എനിക്ക് ഈ ഇടയ്ക്കിടെ ഇങ്ങനെ ഇഷ്യൂ വരുന്നത്.
ഗാന്ധി സിനിമയിൽ ഗാന്ധിജി ഒരു വേഷം അഭിനയിച്ചത് ആരാണ്? ബെൻ കിങ്സ്ലി ആണ്. അപ്പൊ ഇവിടെ എല്ലാം ശരിയാണെന്നതാണ് ഉത്തരം. 1982 റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി സിനിമ പുറത്തിറങ്ങുന്നത്. 8 ഓസ്കാർ കിട്ടിയിട്ടുണ്ട്. 8 ഓസ്കാർ. ഓസ്കാർ കിട്ടിയ ആദ്യത്തെ ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തിയാണ് ഭാനു അത്തയ്യ. കേട്ടിട്ടുണ്ടാവും. ഓസ്കാർ ആദ്യമായിട്ട് കിട്ടുന്നത്, ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നത് ഭാനു അത്തയ്യക്കാണ്. ഈ ഭാനു അത്തയ്യ ഈ ഗാന്ധി സിനിമയിൽ വസ്ത്രധാരണം കൈകാര്യം ചെയ്തതിന്റെ ഓസ്കാറാണ് കിട്ടിയത്. മനസ്സിലായ? ഗാന്ധി സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനിങ് കൈകാര്യം ചെയ്തത് ഈ പറയുന്ന ഭാനു അത്തയ്യയാണ്. അങ്ങനെ ഓസ്കാർ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പൗരനായി മാറിയ ആരാണ് കുട്ടികളെ? ഈ പറയുന്ന ഭാനു അത്തയ്യ. അത് ഒരു സ്ത്രീയാണ്. അടുത്ത് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതെന്നാണ്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ എന്നുള്ളത് തെറ്റാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് മനില ഫിലിപ്പീൻസ് ആണ് അല്ലേ? മനില ഫിലിപ്പീൻസ് ആണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം. ഓക്കെ. നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ബ്രസൽസ് ശരിയാണ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം അതും ശരിയാണ്. ഇന്റർപോൾ ലിയോൺ, ഫ്രാൻസിലെ ലിയോൺ ആണ് ഇന്റർപോളിന്റെ ആസ്ഥാനമായിട്ട് വരുന്നത്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, നാറ്റോ ബ്രസൽസ് ബെൽജിയം. ഓക്കെ, ഇതൊക്കെ കറക്റ്റ് തന്നെയാണ്. ഞാൻ അന്താരാഷ്ട്ര സംഘടനകളും ആസ്ഥാനവും എന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു 30ഓളം അന്താരാഷ്ട്ര സംഘടനകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അതൊന്ന് കണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കുറെ കോഡൊക്കെ വെച്ച് കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പം അത് കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. യൂട്യൂബിലുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പം ഇവിടെ ഒന്നാമത്തത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഒന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നംച പർവ്വയാണ്. നംച പർവ്വ നിങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും. 2 രീതിയിൽ ചോദിക്കും. ഒന്ന് ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതെന്ന് ചോദിക്കുക, നംച പർവ്വയാണ്. പിന്നെ നംച പർവ്വയെ മുറിച്ചു കിടക്കുന്ന നദി ഏതെന്ന് ചോദിക്കും, അത് ബ്രഹ്മപുത്രയാണ്. നമുക്കറിയാം ആസാമിലെ പ്രധാന നദി അല്ലെങ്കിൽ ആസാമിന്റെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്രയാണല്ലേ. അപ്പം ആസാമിലെ പ്രധാന നദി ബ്രഹ്മപുത്രയാണ്. അപ്പം ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയ ഭാഗം ചോദിച്ചാൽ നംച പർവ്വ. അതുപോലെ നംച പർവ്വയെ മുറിച്ചു കിടക്കുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര. ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് നമ്മുടെ 10th ഫിലിംസിന്റെ ഹാൾ ടിക്കറ്റ് ഒക്കെ വന്ന് കാണും. ഓക്കെ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു മാരത്തോൺ ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ മേഖലകളും എല്ലാ ഏരിയകളും ഇനിയുള്ള 10-14 ദിവസം നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്ലാസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലൈവ് ക്ലാസ്സുകളാണ്. ഓക്കെ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ ഫസ്റ്റ് കമന്റിൽ ഈ കോഴ്സിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാകും. ടോട്ടൽ ഫീസ് 379 രൂപയാണ്. എല്ലാ സബ്ജക്റ്റിന്റെയും ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ. അതോടൊപ്പം തന്നെ മോഡൽ എക്സാംസും ഉണ്ടാവും. മാത്സിനും കറണ്ട് അഫയേഴ്സിനും സ്പെഷ്യൽ ക്ലാസ്സസും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങിക്കോണേ. അടുത്ത ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതെന്നാണ്? ഇന്ത്യയിൽ ഓപ്പൺ കാസ്റ്റ് മൈനിങ് ലീഗലാണ്, ഹൈവാൾ മൈനിങ്ങും ലീഗലാണ്, പ്ലേസർ മൈനിങ്ങും ലീഗലാണ്. എന്നാൽ റാഡ് ഹോൾ മൈനിങ് എന്തല്ല, ഇന്ത്യയിൽ ലീഗൽ അല്ല, അത് ഇല്ലീഗലാണ്. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ആൻസർ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം റാഡ് ഹോൾ മൈനിങ് ആണ് കേട്ടോ. റാഡ് ഹോൾ മൈനിങ് ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. നോട്ട് ചെയ്ത് വെച്ചോണം. ഓപ്പൺ കാസ്റ്റ് മൈനിങ് ലീഗൽ, ഹൈവാൾ മൈനിങ് ലീഗലാണ്, പ്ലേസർ മൈനിങ്ങും ലീഗലാണ്. ഓക്കെ. അടുത്ത ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ടൈറ്റാനിയം ഓക്സൈഡ് ആണ്. ഇത് ഒരുപാട് കുട്ടികൾക്ക് അന്ന് എഴുതാൻ പറ്റാതെ പോയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ഇത് ചോദിക്കും. ഇത് ഓൾറെഡി 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ടൈറ്റാനിയം ഓക്സൈഡ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. അടുത്ത മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏതെന്നാണ്? മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. ഓക്കെ അല്ലേ? ഓക്സ്ബോ തടാകങ്ങൾ, അതുപോലെ തന്നെ മിയാൻഡറുകൾ, ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും ഒക്കെ നദികളിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് കേട്ടോ. ഓക്കെ അല്ലേ? അതുപോലെ ഖുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതെന്നാണ്? ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഖുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ. ഓക്കെ. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അജണ്ട 21 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗോള സുസ്ഥിര വികസനം, ഗ്ലോബൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഈ സുസ്ഥിര വികസനം എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വികസന പ്രവർത്തനങ്ങൾ വേണം. പക്ഷെ ആ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ
നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷം വരാതെ വേണം നമ്മൾ ആ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ആ ഒരു തോട്ടാണ് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഈ പ്രകൃതിയും ഈ പരിസ്ഥിതിയും ഒക്കെ വരും തലമുറയ്ക്കും ഉപയോഗിക്കാനുള്ളത് എന്ന ചിന്തയോടെ വികസന പ്രവർത്തനം നടത്തുക, അതാണ് സുസ്ഥിര വികസനം. നിങ്ങൾക്ക് സുസ്ഥിര വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രെഡ്ലാൻഡ് കമ്മീഷൻ ഞാൻ മുമ്പ് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. ബ്രെഡ്ലാൻഡ് കമ്മീഷൻ, അത് UN നിയമിച്ച ബ്രെഡ്ലാൻഡ് കമ്മീഷൻ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് ചോദിക്കും. അതുപോലെ ഇന്ത്യയിൽ തന്നെ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയെടുത്ത പഞ്ചവത്സര പദ്ധതിയുണ്ട്. അത് 12ാം പഞ്ചവത്സര പദ്ധതിയാണ് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ലക്ഷ്യമാക്കി എടുത്തത്. എന്നാൽ ഞാൻ PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ്, കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. സമഗ്ര വികസനത്തിന്റെ ഇംഗ്ലീഷ് ടേം എന്താണ്? അത് ലക്ഷ്യമാക്കിയെടുത്ത പഞ്ചവത്സര പദ്ധതി ഏതാണ്? സമഗ്ര വികസനത്തിന്റെ ഇംഗ്ലീഷ് ടേം എന്താണ്? അത് ലക്ഷ്യമാക്കിയെടുത്ത പഞ്ചവത്സര പദ്ധതി ഏതാണ്? കമന്റ് ചെയ്യണേ. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? വളരെ 2018 സെപ്റ്റംബർ മാസം 21 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മുതിർന്ന പൗരന്മാർക്ക് അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ന് പറയുന്നത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. നല്ലൊരു ചോദ്യമാണ്. 60 വയസ്സിന് താഴെയുള്ളവർ, 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും, 60 വയസ്സ് കഴിഞ്ഞ വനിതകൾ, പ്രായപരിധി ഇല്ല. ഓപ്ഷൻ കൺഫ്യൂഷൻ വരും. ഓപ്ഷൻ ബി ആണ് 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും എന്നതാണ് ആൻസർ. മറക്കരുത് ഈ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഡേറ്റ് 2018 സെപ്റ്റംബർ 23. പിന്നെ എത്ര വയസ്സിന് മുകളിലോട്ടുള്ളവരെന്ന് വെച്ചാൽ 70 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ പേരും കേട്ടോ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010 ഒക്ടോബർ മാസം 18 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമാകുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരയണേ. ഈ ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആണെന്നൊന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആണെന്ന് കമന്റ് ചെയ്യണം. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതെന്നാണ്? കേരളമാണ്. ലഞ്ച് ബെൽ പദ്ധതി ആരംഭിച്ചത് കേരളമാണ് കേട്ടോ. കേരളമാണ് ലഞ്ച് ബെൽ പദ്ധതി ആരംഭിച്ചത്. ഓക്കെ, അടുത്ത താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ്? തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ബന്ധപ്പെട്ടതാണ്. ഫ്യൂഡൽ നികുതി നൽകുക ബന്ധപ്പെടുന്നില്ല. നികുതി നൽകാതിരിക്കുക അത് ബന്ധപ്പെടുന്നതാണ്. നമുക്ക് ബന്ധമില്ലാത്തത് ഏതാണ് വേണ്ടത്? ഓപ്ഷൻ ബി, 2 മാത്രം എന്നാണ് ആൻസർ. 2 മാത്രം എന്നതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ആനി ബെസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. അത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു എന്നുള്ളത്. ഓക്കെ അല്ലേ? ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിക്കുന്നത് ആരെന്നറിയോ? അത് ജ്യോതി റാവ് ഫുലെയാണ് കേട്ടോ. ജ്യോതി റാവ് ഫുലെയാണ് ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിക്കുന്നത്. അപ്പൊ ഒന്നിന് എന്തായാലും ബന്ധമില്ല. നമുക്ക് ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് മാത്രം. ഓപ്ഷൻ സിയിൽ 1, 2 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ കൺഫ്യൂഷൻ വരും. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് അറിഞ്ഞാൽ മാത്രമേ ഉത്തരമുള്ളൂ ഇവിടെ. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു എന്നുള്ള പോയിന്റ് ശരിയാണോ തെറ്റാണോ? വളരെ ശരിയാണ്. ആനി ബെസന്റ് ഭഗവത്ഗീതയെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. നമുക്കറിയാം 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. എപ്പോഴും നേതൃത്വം കൊടുത്ത 2 വ്യക്തികൾ. ഒന്ന് ബാലഗംഗാധര തിലകൻ, അദ്ദേഹം പൂനെയിലാണ് നേതൃത്വം കൊടുത്തത്. ചെന്നൈയിലെ അടയാറിൽ നേതൃത്വം കൊടുത്തത് ആനി ബെസന്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. ചെന്നൈയിൽ അടയാർ, ആനി ബെസന്റ്, പൂനെയില് ബാലഗംഗാധര തിലകൻ. 1916 ഹോം റൂൾ എന്ന് വെച്ചാൽ സ്വയം ഭരണം എന്നാണ് അർത്ഥം വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. 1 മാത്രം. ഓക്കെ, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? 1925 സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിക്കുന്നത് EV രാമസ്വാമി നായ്ക്കറാണ് കേട്ടോ. EV രാമസ്വാമി നായ്ക്കറാണ് 1925 സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. ഓക്കെ, അടുത്ത ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ്? ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ശരിയാണ്. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശരിയാണ്. ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക, ശരിയാണ്. ഓപ്ഷൻ ഡി ഇവിടെ ആൻസർ ആയിട്ട് വരുന്നു. നിങ്ങൾക്ക് മൗലിക കടമകള് നന്നായിട്ട് അറിയില്ല എങ്കിൽ ചാനലിൽ തന്നെ മൗലിക കടമകൾ കോഡിലൂടെ പഠിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതായത് ഓരോ മൗലിക കടമകളും അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളും നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കിയാൽ
ഒരു അരമണിക്കൂറിനകത്തുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദ്യം വരുന്ന ഒരു മേഖലയിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും കേട്ടോ. കണ്ടു നോക്ക്. ഓക്കെ, അപ്പം നമ്മുടെ 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. എനിക്ക് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ബൈ.